ാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വിലയിരുത്തലുമൊക്കെ പങ്കുവയ്ക്കാനായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലമ്പൂർ കൂടി കഴിഞ്ഞു പോവുകയാണ്. എന്താണ് ലാസ്റ്റ് പ്രതീക്ഷ? ഞാൻ കഴിഞ്ഞ 30-ാം തീയതി മുതൽ ഏകദേശം 2 ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. ക്രമാനുഗതമായിട്ടാണ് UDF-ൻ്റെ ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നത്. പറഞ്ഞ റോഡ് ഷോയിലൊക്കെ വലിയ ആൾക്കൂട്ടമായിരുന്നു. അതെ, അദ്ദേഹം പിടിക്കുന്ന വോട്ട് UDF-ൻ്റെ വോട്ടല്ല പിടിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയുന്ന വോട്ട് LDF-ൻ്റെയാണ്. LDF-ൻ്റെ 10 വർഷം MLA അല്ല. അപ്പോൾ അവരോടാണ് അദ്ദേഹത്തിന് ബന്ധം. അപ്പം CPM-ൻ്റെ വോട്ടുകളും CPM അനുഭാവികളുടെ വോട്ടുകളുമായിരിക്കും കൂടുതൽ അൻവറിന് കിട്ടാൻ. അൻവറിന് പരമാവധി എത്ര വോട്ട് കിട്ടാൻ സാധ്യതയില്ല? ഒരു ഏകദേശം അത് വിലയിരുത്താറായിട്ടില്ല. എന്നാലും ഈ പറയുന്നത്ര വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എം സ്വരാജിനേക്കാളും നല്ലൊരു സ്ഥാനാർത്ഥിയെ CPM-നോട് കിട്ടുമായിരുന്നു. അല്ല, അദ്ദേഹത്തിന് നിർത്താൻ പറ്റിയ നല്ല സ്ഥാനാർത്ഥികളുടെ ഒരാളാണ്, സംശയമില്ല. പക്ഷേ അത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം LDF ജയിച്ചപ്പോഴൊക്കെ സ്വതന്ത്ര സ്വഭാവത്തിലുള്ള ആളുകളെ നിർത്തിയിട്ടാണ് ജയിക്കാറുള്ളത്. എൻ്റെ അർത്ഥം പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളുടെയും മറ്റു പാർട്ടികളുടെയും വോട്ടുകൾ കിട്ടിയിട്ടാണ് അവർ ജയിക്കാറുള്ളത്. ഇത്തവണ അത് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് ഒറ്റക്കെട്ടും UDF-ഉം ഒറ്റക്കെട്ടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രമേശ്. കാരണം നിലമ്പൂരിൽ വന്നിട്ടിപ്പം നമ്മൾ കുറച്ചധികം ദിവസം ഇവിടുത്തെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ആര്യാടൻ മത്സരിച്ച സമയത്ത് പോലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊന്നും ലീഗ് ഇതുപോലെ കളത്തിലിറങ്ങി കളിച്ചൊരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരടക്കം പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും. പലപ്പോഴും ആര്യാടനും നിങ്ങൾക്കറിയാം, ലീഗുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ നിലമ്പൂരെന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്നോക്കം പോകാൻ സാധ്യമല്ല എന്ന വികാരവും വിചാരവും ലീഗ് പ്രവർത്തകരിലും നേതാക്കന്മാരിലും ശക്തമാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ ലീഗ് നിന്ന് പ്രവർത്തിക്കുന്നു എന്നത് ആവേശകരമാണ്. രമേശ്, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങളാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഒരുപാട് വികസന വിഷയങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ജനകീയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ജമാഅത്ത് ഇസ്ലാമി വിഷയം അല്ലെങ്കിൽ അൻവറിൻ്റെ പിന്നാലെയുള്ള വിഷയം, അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ചർച്ച വഴിമാറിപ്പോയില്ലേ പലപ്പോഴും? അല്ല, അത് കുറേ ശരിയാണ്. കാരണം തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും വിവാദങ്ങൾക്കാണല്ലോ പ്രസക്തി കൂടുതൽ. പക്ഷേ കേരളത്തിലെ 10 വർഷത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങളിവിടെ ഇല്ലേ? വിലക്കയറ്റം, ഇതെല്ലാത്തിനും തീ പിടിച്ച വിലയല്ലേ? സാധനങ്ങൾ വാങ്ങിക്കാൻ പാവപ്പെട്ടവന് കഴിയാത്ത അവസ്ഥ, തൊഴിലില്ലായ്മ, നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന അവസ്ഥ, പിന്നെ നാട്ടിൽ ജീവിക്കാൻ വയ്യാതെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി ആളുകളെ കൊല്ലുക. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്ര നിലപാടൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ ലീഗിനെ പോലെ ഒരു മതേതരത്വ നിലപാടെടുക്കുന്ന ഒരു മുന്നണിയിലേക്ക് അവരെ പിന്തുണയ്ക്കാനായിട്ട്, മുന്നണിയിലേക്കില്ല, അവർ ഒരു പിന്തുണ എന്ന് പറയുമ്പോൾ പോലും പിന്തുണ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടർ പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ ആശയങ്ങളും നയങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊന്നുമില്ല. കോൺഗ്രസിലെ യുവ നേതാക്കൾ തിളങ്ങി നിൽക്കുകയാണ് മണ്ഡലത്തിൽ. അവരാണ് പ്രചരണം ഒരു പരിധിവരെ കൊണ്ടുപോകുന്നതെന്ന് വേണം പറയാം. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ചില അപക്വമായ പെരുമാറ്റങ്ങൾ പല ഘട്ടത്തിലുണ്ടായില്ലേ? സ്വാഭാവികമായി ചെറുപ്പക്കാരാണ്, അവർ കുറേ കൂടി ഗൗരവമായി കാര്യങ്ങളെ വിലയിരുത്തുകയും കാണുകയും വേണം. എനിക്കും അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പം സൂക്ഷ്മത വളരെ ആവശ്യമാണ്. നമ്മുടെ ഒരു ചെറിയ ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കാൻ അവർക്കും കഴിയണം, എല്ലാവർക്കും കഴിയണം. ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആദ്യം പിണറായിസ്ഥനെതിരെയുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഈ മുന്നണിയിലേക്കുള്ളൊരു പ്രവേശനം അസാധ്യമാണ് എന്നൊരു ഘട്ടം വന്നപ്പോൾ അൻവർ പറഞ്ഞൊരു ഡയലോഗ് അത് സജീവമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. സതീശനിസം എന്നൊരു പുതിയ പ്രയോഗം കൂടി അൻവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു രസം ഉണ്ടോ? അങ്ങനെ രസമില്ല. ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന്, പരാജയപ്പെട്ടാലും പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന്, അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ടോ? വ്യാഖ്യാനം ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ എത്ര തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞാൻ ഉമ്മൻചാണ്ടി ഒരുമിച്ച് 10-18ഓളം തെരഞ്ഞെടുപ്പുകൾ നേതൃത്വം കൊടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകും. പക്ഷേ ഞങ്ങളെല്ലാവരും പറയാറില്ല, എൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത്, ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ. ഇപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
അവരാരും പറഞ്ഞിട്ടില്ല, അവരൊരു ആവേശം കൊണ്ടാണ്. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്ന വിജയമാണ്. അപ്പോൾ അതെല്ലാവർക്കും അതിന് അവകാശികളാണ്. അതുകൊണ്ട് ഈ നിലമ്പൂരിലെ വിജയം ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഏറ്റവും ഒടുവിലായി ഈ എല്ലാം കഴിയുകയാണ്, ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്നുണ്ടോ? വെറുതെ അത് ഞാൻ പറഞ്ഞ UDF നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. അല്ല, ഏകദേശം ഒരു നമ്പർ പറയാൻ കഴിയുന്നത്. അത് പറഞ്ഞ് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂർ നിലനിൽക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അത് വോട്ടാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു CPM BJP അന്തർധാര, ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവർ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയാണ്. 2 സ്ഥാനാർത്ഥിയെ നിർത്താൻ സമ്മർദ്ദം വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് വന്ന സമ്മർദ്ദമാണ്. ഇന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അത് തന്നെ ഇവർ തമ്മിലുള്ള ഒരു പാലമുണ്ട് എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ്. എന്തായാലും മുൻ പ്രതിപക്ഷ നേതാവ് വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. 25,000-ലധികം ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാൻ സാഹചര്യമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഞാനടങ്ങുന്ന പ്രവർത്തകരും നേതാക്കന്മാരും ചേർന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാകും നിലമ്പൂരിൽ ഉണ്ടാകുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുന്നത്.